ഇഫ് ക്ലോസ് ആണ് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇഫ് ഐ ഡാഷ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നുള്ളതാണ്. സോ രണ്ട് ക്ലോസസ് ഉണ്ട്. മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 എന്ന് വന്നിരിക്കുന്നു. സോ ഇഫ് എന്ന് തുടങ്ങുന്ന ഈ സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരണം. ഞാൻ പറക്കുമായിരുന്നു. ഇഫ് ഐ ഡാഷ് എ ബേർഡ്, ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ. സോ ആയിരുന്നു എന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വാസ്, വേർ. ഇനി ഇഫ് ഐ വാസ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നാണോ? ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നാണോ വരിക? ഇതാണ് നമ്മളെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് തരുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. അതായത് തീർത്തും അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാനൊരു പക്ഷിയാവാൻ പോകുന്നില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ തീർത്തും അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു വെർബ് ഉപയോഗിക്കുന്നു എന്ന ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. അതായത് ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു വെർബ് ഇവിടെ ഏതാണ്? വേർ ആണ്, അല്ലെ? വാസ് എന്നുള്ളത് അതിനോടൊപ്പം യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വേർ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റുകളോടൊപ്പം യൂസ് ചെയ്തിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നാണ്